സെപ്റ്റംബർ 14, 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ ചൈന കൺഫേം വിത്ഡ്രോവൽ ഓഫ് ട്രൂപ്സ് ഫ്രം PP-15 ഇൻ ലഡാക്ക് എന്ന ന്യൂസാണ്. PP-15 എന്ന് പറഞ്ഞാൽ പെട്രോളിംഗ് പോയിൻറ്റ് 15 ഇൻ ലഡാക്ക്, ഈസ്റ്റേൺ ലഡാക്കിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്ത്യ ചൈന ഓൺ ട്യൂസ്ഡേ ക്യാരിഡ് ഔട്ട് വെരിഫിക്കേഷൻ ടു കൺഫേം വിത്ഡ്രോവൽ ഓഫ് ട്രൂപ്സ് ഫ്രം പെട്രോളിംഗ് പോയിൻറ്റ് 15 ഇൻ ദ ഗോഗ്ര ഹോട്ട് സ്പ്രിങ്സ് ഏരിയ ഓഫ് ഈസ്റ്റേൺ ലഡാക്ക്, മാർക്കിംഗ് ദ കംപ്ലീഷൻ ഓഫ് ദ ഡിസ്എൻഗേജ്മെൻറ്റ് ദെയർ, സോഴ്സസ് സെഡ് ഓൺ ട്യൂസ്ഡേ. അപ്പോൾ എന്താ ഡിസ്എൻഗേജ്മെൻറ്റ്? ഇന്ത്യൻ ചൈനീൻ ട്രൂപ്സ് ഈ പെട്രോളിംഗ് പോയിൻറ്റ് 15 എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ലഡാക്കിലെ ഒരു സ്ഥലത്ത് നിന്ന് പിന്മാറുകയാണെന്നാണ് അർത്ഥം. ഡിസ്എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പിന്മാറുക എന്നതാണ് അർത്ഥം. അപ്പോൾ 2020 ശേഷം ഉള്ളൊരു വ്യത്യാസമാണിത്. പൊതുവേ ആ രണ്ട് സൈഡും വളരെ ഫിയേഴ്സായിട്ട് ബോർഡറുകളിൽ വിന്യസിച്ചിരിക്കുകയായിരുന്നു ഇന്ത്യയും ചൈനയും. അത്ര റിലേഷൻസ് നല്ലതുമായിരുന്നില്ല. അപ്പോൾ ഇതൊരു ചേഞ്ചാണ്. ഒരു 1.5 വർഷത്തിൽ 2 വർഷത്തിൽ ഇടവേളയ്ക്ക് ശേഷം ഇതൊരു പോസിറ്റീവ് ചേഞ്ച് ആയിട്ടാണ് രണ്ട് സൈഡും കാണുന്നത്. ബോത്ത് സൈഡ്സ് ഹാവ് കംപ്ലീറ്റഡ് ഡിസ്എൻഗേജ്മെൻറ്റ് അറ്റ് പെട്രോളിംഗ് പോയിൻറ്റ് 15 ഇൻ എ ഫേസ്ഡ്, കോർഡിനേറ്റഡ് ആൻഡ് വെരിഫൈഡ് മാനർ, റിസൾട്ടിംഗ് ഇൻ ദ റിട്ടേൺ ഓഫ് ട്രൂപ്സ് ഓഫ് ബോത്ത് സൈഡ്സ് ടു ദ റെസ്പെക്റ്റീവ് ഏരിയാസ്. അപ്പോൾ LAC എന്ന് പറയുന്നത് എന്താണെന്നറിയോ? LOC എന്ന് പറയുന്നത് ലൈൻ ഓഫ് കൺട്രോളാണ്. അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണെങ്കിൽ LAC എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലാണ്. LAC എന്താണ്? ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. അപ്പോൾ വളരെ ഫേസ്ഡ് ആയിട്ട് വളരെ കോർഡിനേറ്റഡ് ആയിട്ടാണ് പെട്രോളിംഗ് പോയിൻറ്റ് 15 നിന്ന് രണ്ട് ട്രൂപ്സും, ചൈനയുടെ ട്രൂപ്സും ഇന്ത്യൻ്റെ ട്രൂപ്സും റിട്രീവ് ചെയ്ത് അവിടെ നിന്ന് മാറിപ്പോകുന്നത്. ഡിസ്എൻഗേജ്മെൻറ്റ് എന്നാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്. ഡിസ്എൻഗേജ്മെൻറ്റ്, എൻഗേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇടപെടുക എന്നർത്ഥം. ഡിസ്എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്യുക, പിന്മാറുക എന്നതാണ് അർത്ഥം. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ന്യൂസിലേക്ക് പോകാം. ഇത് ഒരു കണ്ടിന്യൂഡ് ന്യൂസാണ്. ഇറാൻ മേ അർജ് ഇന്ത്യ ടു റീസ്റ്റാർട്ട് ഓയിൽ ഇമ്പോർട്ട് എണ്ണ ഇറക്കുമതിൻ്റെ കാര്യത്തിൽ ഇറാൻ ഈ പറഞ്ഞ SCO മീറ്റൊക്കെ വരികയാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റ് വരികയാണ്. അപ്പോൾ ആ മീറ്റിൽ ഇന്ത്യയെ ഫോഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇറാൻ ഓയിൽ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രേഡ്, അതായത് അവർ തമ്മിലുള്ള വാണിജ്യം എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിൻ്റെ ഭാരത് ജോഡോ യാത്ര ഓർത്ത് വെക്കണേ. ആരുടെയാണ്? രാഹുൽ ഗാന്ധി ഈസ് ലീഡിങ് ദി ഭാരത് ജോഡോ യാത്ര. അപ്പോൾ സിൽവർ ലൈൻ പ്രൊട്ടസ്റ്റേഴ്സുമായിട്ട് സംസാരിച്ചു എന്നാണ് വാർത്തയിൽ പറയുന്നത്. ആരുടെയാണ് ഈ യാത്ര എന്ന് മാത്രം ഓർത്താൽ മതി. വേറെ ഒന്നും കാര്യമായിട്ട് അതിലൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു വാല്യൂ ഇല്ലാത്തതാണ്. അടുത്ത ന്യൂസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനാലിസിസ് പോലെയാണ്. ഫോർ ഇന്ത്യ ദ ബസ് വേർഡ് നൗ ഈസ് ഓൾ അലൈൻമെൻറ്റ്. ഇൻ പാർട്ടിസിപ്പേഷൻ ഇൻ ദ SCO സമ്മിറ്റ് ഇറ്റ് ഈസ് എ ക്ലിയർ സിഗ്നൽ ഓഫ് പർസ്യൂയിങ് മൾട്ടി അലൈൻമെൻറ്റ് വിത്ത് ഇറ്റ്സ് പാർട്ട്നേഴ്സ് വേൾഡ് വൈഡ് എന്നാണ്. അപ്പോൾ ഓൾ അലൈൻമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള വളരെ അധികം നല്ല രീതിയിലുള്ള എൻഗേജ്മെൻറ്റാണ്. അതായത് പാർട്ടിസിപ്പേഷനാണ്. എല്ലാ രാജ്യങ്ങളെയും നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ US പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, റഷ്യ, അതുപോലെ തന്നെ മറ്റ് ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ വെസ്റ്റിലുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഇന്ത്യ മറ്റൊരു രീതിയിലുള്ള അപ്രോച്ചാണ് പല കാര്യങ്ങളിലും ഇപ്പോൾ എടുക്കുന്നത്. അതായത് എല്ലാ രാജ്യങ്ങളോടും വളരെ ഈക്വൽ ആയിട്ടുള്ള പെരുമാറ്റം, അതുപോലെ തന്നെ എല്ലാവരെയും എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട്, ഡെവലപ്മെൻറ്റിൻ്റെ ഫേസിൽ എല്ലാവരെയും എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു മൂവാണ്. അതുകൊണ്ടാണ് ഓൾ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കോൾഡ് വാർ ഏറിയ സമയത്ത് 2 പവർ ബ്ലോക്സായ USSR USA-ൻ്റെയും കൂടെ, രണ്ടുപേരുടെയും കൂടെ പോവാതെ മാറി നിന്നൊരു നോൺ അലൈൻമെൻറ്റിലേക്ക് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് ഒരു മൾട്ടിപോളർ വേൾഡിൽ എല്ലാ പവേഴ്സിനെയും ഈക്വലി റെസ്പെക്റ്റ് ചെയ്ത് അവരെ എല്ലാ രീതിയിലും ഡെവലപ്മെൻറ്റിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് ഓൾ അലൈൻമെൻറ്റ്. അപ്പോൾ SCO മീറ്റ് എന്ന് പറയുന്നത് മറ്റൊരു വേദിയാണ്. എല്ലാ രാജ്യങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യ ഒരു ഫോർമിഡബിൾ ആയിട്ടുള്ളൊരു ഫോഴ്സാണ്. ഏതിൽ? SCO എവിടെയാണ്? ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബീജിംഗ് ആണ്. അതിൻ്റെ സമ്മിറ്റ് ഇപ്പോൾ നടക്കാനിരിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞ മൾട്ടിലാറ്ററൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ന്യൂസ് വരാൻ കാരണം. അതുകൊണ്ട് നോൺ അലൈൻമെൻറ്റ് എന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി ഓൾ അലൈൻമെൻറ്റിലേക്ക് ഇന്ത്യ മാറിയിരിക്കുകയാണ് എന്നതാണ് ആ ന്യൂസിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമ്മറി എന്ന് പറയുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഫോൾ ഇൻ നാച്ചുറൽ റബ്ബർ പ്രൈസസ് എന്ന് പറഞ്ഞൊരു ന്യൂസാണ്. നാച്ചുറൽ റബ്ബറിൻ്റെ പ്രൈസ് താഴെ പോകുന്ന ഒരു കൺസേണാണ് ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവെ കേരളത്തിന് അത് വല്ലാത്തൊരു ഇമ്പാക്റ്റാണ്. കാരണം കേരളത്തിൽ ഒരുപാട് നമ്പർ ഓഫ് റബ്ബർ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷനും കൂടുതലാണ്. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു മേജർ
കൊമേഴ്ഷ്യൽ ക്രോപ്പുമാണ് റബ്ബർ. അപ്പോൾ റബ്ബർ പ്രൈസ് താഴെ പോകുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എക്കോണമീനെ ഇത്തിരി ബാധിക്കും. After a moderate post-pandemic revival, the price of natural rubber has crashed to a 16-month low of rupees 150 per kg എന്ന് പറയുന്നുണ്ട്. 150 രൂപ വരെ എത്തി നിൽക്കുകയാണ് ഈ റബ്ബറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 16 മാസത്തെ വാല്യൂ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണ് എന്നാണ് പറയുന്നത്. കറണ്ട് ഫോൾ ഇൻ പ്രൈസസ് ഈസ് അട്രിബ്യൂട്ടഡ് പ്രൈമർലി ടു എ വീക്ക് ചൈനീസ് ഡിമാൻഡ്. ചൈനയിൽ നിന്നുള്ള ഡിമാൻഡ് കുറഞ്ഞു. അതൊരു വല്ലാത്ത ഇമ്പാക്റ്റാണ് നമ്മുടെ റബ്ബർ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്നത്. അതാണ് പ്രൈമറി റീസണായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ പൈസ കുറയുന്നതിൽ. ആൻഡ് യൂറോപ്യൻ എനർജി ക്രൈസിസ് പറഞ്ഞിട്ടുണ്ട്. അലോങ് വിത്ത് ഹൈ ഇൻഫ്ലേഷൻ ആൻഡ് ഇമ്പോർട്ട് ഗ്ലട്ട്, ഇമ്പോർട്ട് ചെയ്യാനുള്ള വിഷമം, അതായത് ഈ പറഞ്ഞ ട്രേഡ് ബാരിയർ, അതുപോലെ തന്നെ യൂറോപ്യൻ എനർജി ക്രൈസിസ്, പിന്നെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രൈസസ് കുറയാനുള്ള കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ താങ്ങുവില പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത് പിടിച്ചു നിർത്താൻ കഴിയേണ്ടതാണ്. കാരണം അത് ഇല്ലെങ്കിൽ മോശമായിട്ട് അഡ്വേഴ്സായിട്ട് നമ്മുടെ എക്കോണമീനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ ആദ്യത്തെ പേജിൽ കണ്ട ന്യൂസാണ്. ഇറാൻ മേ ഏർജ് ഇന്ത്യ ടു റീസ്റ്റാർട്ട് ഓയിൽ ഇമ്പോർട്ട്. അത് അവരുടെ ട്രേഡ് റിലേഷൻഷിപ്പ് പറയുകയാണ്. പൊതുവെ SCO മീറ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇറാനിൽ നിന്ന് പെട്രോൾ ഇന്ത്യ വാങ്ങാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ നിർബന്ധിക്കുമെന്ന രീതിയിലാണ് ന്യൂസ് പറഞ്ഞിരിക്കുന്നത്. 103rd അമെൻമെൻറ്റ് വാസ് എ ഫ്രോഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ 103ാമത്തെ അമെൻമെൻറ്റ് എന്തുമായി ബന്ധപ്പെട്ടാണ് 10% റിസർവേഷൻ EWS കാറ്റഗറിക്ക്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാറ്റഗറീസിനുള്ള റിസർവേഷൻ സംവരണത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ സുപ്രീം കോടതിയിൽ അത് വാദം നടക്കാണ്ട് ഇത് ഫ്രോഡാണ് അല്ലെങ്കിൽ ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ന്യൂസാണ് അത്. പൊതുവേ ഇപ്പോൾ ഇന്ദ്രാ സാവ്നി പോലുള്ള കേസുകളിൽ പറഞ്ഞിട്ടുണ്ട് 50% മാത്രമേ റിസർവേഷൻ പാടുള്ളൂ. എത്ര റിസർവേഷൻ ആയാലും ശരി 50% മുകളിൽ റിസർവേഷൻ പോകരുതെന്ന്. അപ്പോൾ EWS പോലുള്ള റിസർവേഷൻ കൊടുക്കുന്ന സമയത്ത് അത് അതിനു മുകളിൽ പോകുന്നു എന്നൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് അല്ലെങ്കിൽ അലൈൻ ചെയ്ത് നിൽക്കുന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഡിബേറ്റും അല്ലെങ്കിൽ ഹർജിയൊക്കെ. അപ്പോൾ 103ാമത്തെ അമെൻമെൻറ്റ് ഫ്രോഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്നാണ് ആ പറഞ്ഞ ഹർജി കൊടുത്ത ആൾക്കാരും വക്കീലും പറയുന്നത്. ഈ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് EWS ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. എക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% റിസർവേഷൻ കൊടുക്കുന്ന അമെൻമെൻറ്റാണ് 103rd അമെൻമെൻറ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യ ടു ഹോൾഡ് G20 സമ്മിറ്റ് ഇൻ 2023. ഇന്ത്യയാണ് G20 സമ്മിറ്റ് 2023 ഹോസ്റ്റായിട്ട് നിൽക്കുന്നത്. ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. 2023 G20 അതൊന്ന് ഓർത്ത് വെക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ്, UAE, സിംഗപ്പൂർ, സ്പെയിൻ, മൗറീഷ്യസ്, ഒമാൻ വിൽ ബി ദ ഗസ്റ്റ് കൺട്രീസ്. മെമ്പർ കൺട്രീസ് അല്ല, ഗസ്റ്റ് കൺട്രീസ്. ആരൊക്കെയാണ്? ബംഗ്ലാദേശ്, UAE, സിംഗപ്പൂർ, സ്പെയിൻ, മൗറീഷ്യസ്, ഒമാൻ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ന്യൂസ് എന്ന് പറയുന്നത് റൊഹാത്ഗി സെറ്റ് ടു ബിക്കം അറ്റോർണി ജനറൽ അഗെയിൻ. മുകുൾ റൊഹാത്ഗി എന്നെ എന്താണ് അറ്റോർണി ജനറലായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഹി വിൽ ബി മെയ്ഡ് ദി അറ്റോർണി ജനറൽ വൺസ് അഗെയിൻ. പിന്നെ ഒരു ന്യൂസ് പറഞ്ഞിരിക്കുന്നത് MNREGS സോഷ്യൽ ഓഡിറ്റ് സ്മാർഡ് ബൈ ഡിലേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ MNREGS ഇല്ലേ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ഇപ്പോൾ സ്കീം, ഈ തൊഴിലുറപ്പ് പോലുള്ള സ്കീമുകളിൽ സോഷ്യൽ ഓഡിറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. എന്താണ് സോഷ്യൽ ഓഡിറ്റ്? ഇപ്പോൾ ഗ്രാമസഭയോ മറ്റ് ലോക്കൽ ബോഡീസിൻ്റെ ഇടയ്ക്ക് നാട്ടുകാരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എത്ര പൈസ ചിലവായി, എത്ര പേർക്ക് കൊടുത്തു, എത്രയാണ് ബെനിഫിഷ്യറീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള താഴേക്കിടയിലുള്ള ഏറ്റവും താഴെ ബേസ് ലെവൽ, ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഈ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനൊരു ഓഡിറ്റ് നടത്തലാണ്. ജനങ്ങളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഡിറ്റ് നടത്തലാണ്. അതിനാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. കൃത്യമായ ബെനിഫിഷ്യറിക്ക് തന്നെയാണോ പൈസ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരെയും ഇൻവോൾവ് ചെയ്യിച്ചിട്ടാണോ ഈ പറഞ്ഞ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന ആ ഓഡിറ്റിൻ്റെ ഒരു സോഷ്യൽ ഫോമാണ് ഈ സോഷ്യൽ ഓഡിറ്റ്. അതായത് ഒരു RBIയോ അല്ലെങ്കിൽ മറ്റ് ഓർഗനൈസേഷനോ CAG ഒക്കെ നടത്തുന്ന ഓഡിറ്റ് പോലെ തന്നെ ഏത് എഫക്റ്റീവാണ്, ഇത് എഫക്റ്റീവാണ്. കാരണം നാട്ടുകാരും കൂടി ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ ബെനിഫിഷ്യറീസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ, കൃത്യമായി പൈസ എല്ലാവർക്കും എത്തിയിട്ടുണ്ടോ, എല്ലാ രീതിയിലും കാര്യം നന്നായി നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ ഓഡിറ്റ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഓഡിറ്റ് ഇങ്ങനെയുള്ള സ്കീമുകളിൽ, പ്രത്യേകിച്ച് വെൽഫെയർ സ്കീമുകളിൽ പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ചാണ് ഈ ന്യൂസ്. അതിൽ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ ഓഡിറ്റ്സ് ഡിലേ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞത്. പൊതുവേ ഇങ്ങനെയുള്ള സ്കീമുകളിലുള്ള സോഷ്യൽ ഓഡിറ്റ്സ് പൊതുവേ ഇതിൻ്റെ എഫിഷ്യൻസി എന്താണ് കുറയാൻ കാരണം? അതായത് വളരെയധികം വൈകിയാണ് ചില സ്ഥലങ്ങളിൽ ഇത് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു എന്താ പറയുക, ഒരു കോൺസെപ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്ട്രീമിസ്റ്റ് യൂസിങ് സോഷ്യൽ മീഡിയ ടു റിക്രൂട്ട്. ഇപ്പോൾ ആസാം പോലെയുള്ള സ്ഥലങ്ങൾ, നോർത്ത് ഈസ്റ്റ് സ്ഥലങ്ങളിൽ
പൊതുവേ ഈ ഇൻസർജൻസി കൂടുതലാണ്, എക്സ്ട്രീമിസ്റ്റ് വിങ്ങുകൾ കൂടുതലാണ്, അതുപോലെ തന്നെ മറ്റ് നക്സൽ ഫോഴ്സസ് കൂടുതലാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് എക്സ്ട്രീമിസ്റ്റ് ഈ പറഞ്ഞ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് എന്നതാണ് ന്യൂസ്. GST Council is a fledgling but vibrant institution, says FM, Finance Minister. അപ്പം വൈബ്രൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് GST എന്നാണ് പറയുന്നത്. ഓൾ കൗൺസിൽ മെമ്പേഴ്സ് ആർ ഈക്വൽ, നോ ആർട്ടിഫിഷ്യൽ ലൈൻ ബിറ്റ്വീൻ സെൻട്രൽ സ്റ്റേറ്റ്സ്. സീതാരാമൻ. ഇപ്പോൾ നിർമ്മല സീതാരാമൻ പറയുന്നത് GST കൗൺസിൽ ഇന്ത്യയുടെ കോപ്പറേറ്റീവ് ഫെഡറലിസം മുമ്പോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ സ്റ്റേറ്റുകളും സെൻട്രലും തമ്മിലുള്ള റിലേഷൻസ് ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസിലൊക്കെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് GST കൗൺസിൽ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ലൈനും ഒരു തരത്തിലുള്ള പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വ്യത്യാസമോ സ്റ്റേറ്റുകൾ തമ്മിലില്ല എന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത് GST കൗൺസിലിൻ്റെ കാര്യത്തിൽ. 279A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്ത് GST കൗൺസിൽ. അതുകൊണ്ട് GST കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇത്രയും ആണ്. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നാളെ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.